സ്നേഹമുള്ളവരെ, പലതരത്തിൽ നമുക്ക് മനുഷ്യരെ പരിചയപ്പെടുത്താം. വളരെ ചെറിയ വാക്കുകൊണ്ട് പരിചയപ്പെടുത്താം, ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ടും പരിചയപ്പെടുത്താം. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന, പ്രത്യേകിച്ചും മഹത്തരമായിട്ടുള്ള വലിയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. യേശു പിതാവായിട്ടുള്ള ദൈവത്തെ പരിചയപ്പെടുത്തിയത് ദൈവം നല്ലവനാണ് എന്നുള്ള ഒരു വിശേഷണം ഉപയോഗിച്ചുകൊണ്ടും പിതാവ് എന്നുള്ള ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വാക്കുപയോഗിച്ചിട്ടുമാണ്. നല്ലവനായിട്ടുള്ള പിതാവ്, അതാണ് യേശുവിൻ്റെ ഭാഷയിൽ പിതാവായിട്ടുള്ള ദൈവം. സ്നാപകയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ടാണ്. യേശു ആകട്ടെ നഥാനിയലിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ നിഷ്കപടനായിട്ടുള്ള യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും. യൗസേപ്പ് പിതാവിനെ സുവിശേഷം പരിചയപ്പെടുത്തുന്നത് ഒറ്റ വാക്കുപയോഗിച്ചിട്ടാണ്. അവൻ നീതിമാനായിരുന്നു എന്നുള്ള വാക്കുപയോഗിച്ചിട്ട്. ഈ നീതിമാൻ ആരാണ്, എന്താണ്, എങ്ങനെയുള്ളതാണ് എന്ന് സുവിശേഷത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒന്നാമതായി, അദ്ദേഹത്തിൻ്റെ നീതി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് രാജകീയ നീതിയിലാണ്. അതായത് അദ്ദേഹം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനും യൂദാ ഗോത്രത്തിൽ പിറന്നവനുമാണ്. യൂദാ ഗോത്രത്തിൽപ്പെട്ടവരാണ് പിന്നീട് രാജകീയ വംശത്തിലേക്ക് കടന്നു വരുന്നതും. അതായത് അയാളുടെ ശിരസിലൂടെ ഓടുന്നത് രാജകീയ രക്തമാണ്. അയാളെ സംബന്ധിച്ച് നീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതിനേക്കാളും അല്പം കൂടെ ഉപരിയായിട്ടാണ് തെറ്റ് ചെയ്തവർക്ക് തക്ക ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് രാജകീയ നീതി. നന്മ ചെയ്യുന്നവർക്ക് തക്ക പ്രതിഫലം കൊടുക്കുക എന്നുള്ളതും രാജകീയ നീതിയിൽ പെട്ടതാണ്. അദ്ദേഹം രണ്ടാമതായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്ന ഒരു പുരുഷനായിരുന്നു. മറിയത്തെ, നസ്രത്തിലെ മറിയവുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു. അക്കാലത്തെ രീതി അനുസരിച്ച് വിവാഹത്തിനിടയിൽ 1 വർഷത്തെ സമയമുണ്ട്. ഈ സമയം കൊണ്ട് വരനും വധുവുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടും. അതുമാത്രം പോരാ, വരൻ ഈ 1 വർഷക്കാലം കൊണ്ട് തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വന്ന് താമസിക്കാനായിട്ടുള്ള ഒരു ഭവനം കൂടെ നിർബന്ധിച്ചേ മതിയാവും. ഈ ഭവനം ഒരു ഭാര്യയെ ഒരു കുടുംബത്തിന് താമസിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് വരൻ്റെ പിതാവിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വരൻ്റെ പിതാവ് സമ്മതിക്കൂ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സ്വപ്നങ്ങളോടൊപ്പം തന്നെ നല്ലൊരു വീട് പണിയും കൂടെയും ചെയ്യുന്ന തിരക്കിലായിരുന്ന സമയത്താണ് ഇതാ മറിയം ഗർഭിണിയാണ് എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ഗർഭിണിയായിട്ടുള്ള മറിയത്തെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യുന്നത്. ജോസഫ് എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ കെട്ടിപ്പടുക്കുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ ദൈവം വർദ്ധിപ്പിക്കും എന്നാണ്. ദൈവം കൃപ വർദ്ധിപ്പിക്കുന്നു, ദൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യാക്കോബിൻ്റെ മകനുണ്ടായപ്പോൾ റാഹേല് ജോസഫ് എന്നുള്ള പേര് തൻ്റെ മകന് കൊടുക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. ദൈവം കൂട്ടിച്ചേർക്കുന്നവനാണ്. ഇങ്ങനെയുള്ള യൗസേപ്പ് പിതാവിൻ്റെ അടുക്കലേക്കാണ് വലിയൊരു പ്രശ്നമുണ്ടാകുന്നത്. ഈ പ്രശ്നം പക്ഷേ അയാളെ ഒരുപാടൊന്നും ബാധിച്ചതായിട്ട് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. അയാളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞ് അയാൾക്ക് സംശയമൊന്നുമില്ല. ഒരു കാര്യത്തിൽ അയാൾക്കൊരു സംശയമില്ല, അവൾ അപമാനിക്കപ്പെടരുത്. അതിനു വേണ്ടിയിട്ട് താനെന്താ ചെയ്യേണ്ടത്? അവൾ അപമാനിക്കപ്പെടാതിരിക്കാൻ, ആളുകൾ അവളെ വലിച്ചു കീറാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ തന്നെ അങ്ങോട്ട് നാടുവിട്ട് പോയേക്കാം, ഒഴിവായേക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു അയാൾ. അത്രമാത്രം വലിയൊരു നന്മ അയാൾക്കുണ്ടായിരുന്നു. അയാളെ സംബന്ധിച്ച് നന്മ എന്നുള്ളത് ഒരു നീതിയേക്കാൾ കൂടുതൽ കരുണയായിരുന്നു അയാളുടെ നന്മ, ഉള്ളിലെ നന്മ എന്നുള്ളത്. അയാളുടെ ഉള്ളിലുള്ള ഈ നന്മ കണ്ടിട്ടാണ് ദൈവം തീർച്ചയായിട്ടും
തൻ്റെ മകന് പിറക്കാൻ വേണ്ടിയിട്ടുള്ള മറിയത്തിൻ്റെ കാവൽക്കാരനായി ഈ യൗസേപ്പിനെ തീരുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. ഒരു സംശയമില്ല അയാൾക്ക്. മറിയം ഒരു സംശയം ചോദിക്കുന്നുണ്ട്, സക്കറിയ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതാ ദൈവത്തിൻ്റെ മാലാഖ അയാൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അയാളൊന്നും സംസാരിക്കുന്നില്ല. ആ സമയത്ത് മാത്രമല്ല, വാ തുറക്കാത്ത ഒരു നീതിമാനാണ് യോസേപ്പ് പിതാവ്. മാലാഖ ആവശ്യപ്പെട്ടത് എന്താണ്? 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്നാമത്, നീ മറിയത്തെ നിൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. രണ്ടാമത്, നീ ശിശുവിന് യേശു എന്ന് പേരിടുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ, ഭാര്യയായിട്ട് സ്വീകരിക്കുക, കുഞ്ഞിന് പേരിടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തൻ്റേതായിട്ട് അംഗീകരിക്കുക എന്നും, ഭാര്യ ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന, തന്നിൽ നിന്നല്ലാതെ ഗർഭിണിയായിരിക്കുന്ന ഇവളെ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കുക എന്നുമുള്ളതാണ്. അയാളുടെ ഉള്ളിലെ നീതി അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇതാ ഞാൻ അവളെ അപമാനിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്. അയാളുടെ ഒരു തീരുമാനം മാത്രമേ മാറ്റുന്നുള്ളൂ, ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം മാത്രം. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ പ്രിയമുള്ളവർ, എത്ര വലിയ ഒരു മനസ്സ്, ത്യാഗത്തിൻ്റെ മനസ്സ് അയാൾക്കുണ്ടാകണം. അയാളുടെ ചിന്ത ഇതായിരുന്നു, എൻ്റെ അസ്തിത്വത്തെക്കാൾ വലുതാണ് അവളുടെ കണ്ണുനീരിൻ്റെ വില. ഒരു യഥാർത്ഥ ഭർത്താവിൻ്റെ ചിന്ത അതായിരിക്കണം. അവൾ ഒരിക്കലും കണ്ണീർ പൊഴിക്കാൻ പാടില്ല. എൻ്റെ കൂടെ വന്നതിൻ്റെ പേരിൽ അവൾ കണ്ണുനീര് പൊഴിക്കാൻ പാടില്ല. എൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതായാലും അവൾ കരയരുത് എന്ന് ചിന്തിച്ചതാണ് യോസേപ്പ് പിതാവ് എന്ന് പറയുന്ന നല്ല ഭർത്താവ്. യോസേപ്പ് പിതാവിനെ ഒരു നല്ല ഭർത്താവാക്കിയത് അതായിരുന്നു. യോസേപ്പ് പിതാവിനെ നല്ല അപ്പനാക്കിയത് എന്താണ്? എൻ്റെ ആത്മാഭിമാനത്തെക്കാളും എൻ്റെ അസ്തിത്വത്തെക്കാളും വലുതാണ് അവൻ്റെ പിതൃത്വത്തിൻ്റെ വില. അപ്പനില്ലാത്തവനെന്ന് അവനൊരിക്കലും ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. ആരും അവനെ അങ്ങനെ തെറ്റായ രീതിയിൽ ഉണ്ടായവനെന്ന് ആരും അവനെ പരിഹസിക്കാൻ പാടില്ല. എൻ്റെ ആത്മാഭിമാനത്തിന്, എൻ്റെ വ്യക്തിത്വത്തിൻ്റെയും മുകളിൽ അവൻ്റെ പിതൃത്വത്തിന് ഒരു വില കൊടുക്കുന്നു എന്നുള്ളതാണ്. യോസേപ്പ് പിതാവ് മഹാനായിട്ട് തീർന്നത് ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ ഭാര്യയുടെ കണ്ണുനീരിനും തൻ്റെ മകൻ്റെ പിതൃത്വത്തിനും മുകളിൽ മറ്റൊന്നുമില്ല എന്ന് തീരുമാനിക്കുകയും തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ അസ്തിത്വത്തെയും ഇതിനൊക്കെ താഴെ പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോഴാണ് യോസേപ്പ് പിതാവ് നല്ലൊരപ്പനായിട്ട് തീർന്നത്. നല്ല പിതാക്കന്മാരുണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പനെന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിൽക്കുന്ന വലിയൊരു വൃക്ഷമാണ്. കുടുംബം മുഴുവനും ഈ വൃക്ഷത്തിൻ്റെ തണലിലാണ് അഭയം തേടുന്നത്. ഈ വൃക്ഷത്തിൽ നിന്നും നമുക്ക് താഴേക്ക് കിട്ടുന്ന ഒരു കുളിർതെന്നൽ, അത് ദൈവവിശ്വാസത്താൽ അപ്പൻ നമ്മളെ പൊതിഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ്. ഓരോ പിതാക്കന്മാരും തൻ്റെ കുടുംബത്തെ ദൈവവിശ്വാസത്തിൻ്റെ കുളിർതെന്നലിൽ പൊതിഞ്ഞു നിർത്തണം. ഈ മരത്തിന് കാതലുണ്ടാകണം. ഈ കാതലാകട്ടെ ത്യാഗത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാതൽ. കുടുംബത്തിന് നൽകുന്ന ത്യാഗം, അതിനു വേണ്ടിയിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അയാളെ തന്നെ ഇല്ലാതാക്കൽ, അങ്ങനെ കുടുംബത്തിന് കൊടുക്കുന്ന കാതലുള്ള ഒരു സംരക്ഷണം, ഇതാണ് അപ്പനെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അപ്പന്മാർ മരണമടഞ്ഞു കഴിയുമ്പോൾ ഇത്രയും കാലവും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന് നമ്മൾ വളരെ ഒറ്റപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണല്ലോ ചിലരെങ്കിലും അപ്പൻ്റെ മരണശേഷം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് തളർന്നു വീണു പോകുന്നതും. നല്ല അപ്പന്മാരുണ്ടാകട്ടെ. ഈ നല്ല അപ്പന്മാർ ദൈവപിതാവിൻ്റെ പക്കലേക്ക് തൻ്റെ മക്കളെ പിടിച്ചുയർത്തട്ടെ. തൻ്റെ അസ്തിത്വത്തെക്കാളും അഭിമാനത്തെക്കാളും കൂടുതൽ ഭാര്യയുടെ മാനത്തിനും മക്കളുടെ പിതൃത്വത്തിനും വില കൊടുക്കുന്ന അപ്പന്മാരാണ് യോസേപ്പ് പിതാവിൻ്റെ മാതൃകയിൽ തീർക്കപ്പെടുന്ന അപ്പന്മാർ. നല്ല അപ്പന്മാരുണ്ടാകണം കുടുംബങ്ങളിലും സഭയിലും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.